ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് അയ്യമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. കോട്ടയം ജില്ലയിലെ ഇടുക്കി ജില്ലയിലേക്ക് പോകും വഴി വാഗമണ്ണ് റൂട്ടിൽ പോകുമ്പോൾ ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരെ വരുമ്പോൾ തലനാടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. തീക്കോയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് തലനാടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ അയ്യമ്പാറ സ്ഥിതി ചെയ്യുന്നത്. നമുക്കിന്ന് അയ്യമ്പാറയുടെ ആ മനോഹരമായ കാഴ്ചകൾ ഇന്ന് കാണാം. നമ്മളിപ്പോൾ അയ്യമ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മനോഹരമായ അയ്യമ്പാറ എന്ന് പറയുന്ന പേര് കേട്ട സ്ഥലമാണിത്. അപ്പോൾ ഇതിപ്പോൾ വേനലാണ്, അതുകൊണ്ടാണ് ഇവിടെ മുഴുവൻ മരങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായൊരു ഭംഗിക്കുറവൊക്കെ ഉണ്ട്. എന്നാലും നല്ല വെയിലില്ലാത്തത് കൊണ്ട് നല്ല കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. സൂര്യൻ താഴ്ന്നു വരുന്നതിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം സമയത്തുണ്ടാകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഈ ഗേറ്റ് അടയ്ക്കും, രാത്രിയാകുമ്പോൾ. അപ്പം നമുക്കിതിലെ ഗേറ്റ് കടന്ന് വേണം അകത്തോട്ട് പോകാൻ. നല്ല വിശാലമായ പാറ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഏകദേശം 40 ഏക്കറോളം വ്യാപ്തിയിൽ ഈ പാറ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. ഇതിവിടെ റോഡ് നമ്മൾ വരുന്നിടത്ത് ഒരു പള്ളി, ഒരു സ്കൂളൊക്കെ ഉണ്ട്, അയ്യമ്പാറ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പുല്ലൊക്കെ കരിഞ്ഞ് കിടക്കുകയാണ്. ഇത് മഴക്കാലത്തല്ലേ, മഴക്കാലം കഴിയുമ്പോൾ വന്നാൽ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇതൊക്കെ. ഈ പുല്ലിനകത്തൂടെ ഇതിപ്പോൾ പുല്ലെല്ലാം വെട്ടി ഉണങ്ങിയത് കൊണ്ട് പുല്ല് വെട്ടി ഉണങ്ങിയൊക്കെ പോയതാണ്. ഈ പുല്ലിനകത്തൂടെ നടന്ന് വേണം നമ്മൾ അപ്പുറത്തെ പാറയിലേക്ക് പോകാൻ. ഈ കാടിനപ്പുറത്തൂടെ ഇതിൻ്റെ പാറയുടെ നടുഭാഗത്തായിട്ടൊരു അമ്പലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വഴിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് നമുക്കിതിലെ നടന്നു നോക്കാം. നല്ല കാറ്റാണ്. നമ്മൾ ഇറങ്ങി വന്ന വഴി. മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. പക്ഷെ നല്ല അന്തരീക്ഷമാണ് കേട്ടോ. നല്ല ചൂടില്ല, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അകലെ കാണുന്ന 2-3 ടൗണുകളൊക്കെ അകലെ നമുക്ക് കാണാൻ പറ്റും. അത് ഒന്ന് ഈരാറ്റുപേട്ടയാണ്, ഒന്ന് ഭരണങ്ങാനം, പാല, ഇതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ മൂടൽമഞ്ഞ് പോലെ ഒരു മൂടലുണ്ട്, അതുകൊണ്ട് നമുക്ക് ദൂരോട്ട് കാണാൻ പറ്റുന്നില്ല. എന്നാലും ഇത് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണില്ല. നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ദൂരേക്ക് ഇങ്ങനെ പ്രദേശങ്ങൾ ഇഷ്ടം പോലെ ദൂരത്തിൽ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സഞ്ചാരികളൊക്കെ വൈകുന്നേരങ്ങളിൽ ഇന്നും വരാറുണ്ട്. ആൾക്കാരൊക്കെ ഇപ്പോഴും അവിടെ ഇവിടെയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. വൈകുന്നേരം ആകുന്തോറും ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. സന്ധ്യയാകുന്തോറും സൂര്യൻ താഴ്ന്നു വരുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അത് കണ്ടുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. തറയിലിരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ. നമുക്ക് താഴോട്ടൊന്ന് നടന്ന് നോക്കാം. താഴേക്ക് പോകുന്തോറും ചെരിവ് കൂടി വരും പാറയുടെ. നമുക്ക് ഏകദേശം സേഫ്റ്റി ആയിട്ടുള്ളൊരു ഏരിയ വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും. സൂക്ഷിച്ച് നടക്കാമെന്നുള്ളൂ. ഇവിടെ എവിടെയാണ് ഭീമൻ്റെ കാൽപ്പാടുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്, ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ആ ഭാഗത്തായിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോകുമ്പോൾ കാണാം. ആ ഭാഗത്തൊരു അമ്പലമുണ്ട്. അതാണ് ഈ പാറയ്ക്ക് അയ്യമ്പാറ എന്ന് പേര് വരാൻ കാരണം. അയ്യമ്പാറ എന്നാണ്, അയ്യപ്പൻ്റെ അമ്പലമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് ഇവിടെ പഞ്ചപാണ്ഡവർ ഇവിടെ പൂജ നടത്തിയിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ, അന്ന് അയ്യപ്പനായിരിക്കില്ലായിരിക്കും. എന്തായാലും പഞ്ചപാണ്ഡവർ വനവാസത്തിന് പോയ സമയത്ത് അവരിവിടെ വരികയും ഇവിടെ ചിലവഴിക്കുകയും ഒക്കെ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് എവിടെയോ ഒരു ഗുഹയുണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ എവിടെയോ ഭീമൻ്റെ കാൽപ്പാട് ഇവിടെയോ ഉള്ളതായിട്ടും പറയുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ ഏകദേശം താഴെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് എന്തോരം വേണം, നമുക്കിങ്ങനെ ഒത്തിരി ഏരിയ ഇല്ല നടക്കാൻ പറ്റും. ഇത് 40 ഏക്കറുണ്ട്. 40 ഏക്കർ എന്ന് പറയുമ്പം കുറേ ഏരിയ ഉണ്ട്. മുഴുവൻ ഇങ്ങനെ പാറ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നല്ല രസമുള്ള കാഴ്ചയാണിത്. പുല്ലൊക്കെ കരിഞ്ഞ മഞ്ഞ നിറത്തിലാണ് കാണുന്നത്. സാധാരണ സമയത്ത് ഇതെല്ലാം പച്ച നിറത്തിലാണ് കാണേണ്ടത്. താഴെയൊക്കെ ആളുകളെ കാണുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി ആളുകളൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വരാറുണ്ട് ഇവിടെ. ഇത്ര മനോഹരമായ കാഴ്ചയാണെന്നോ. നമുക്ക് വേണമെങ്കിൽ ഈ പുല്ലിൻ്റെ അങ്ങോട്ടും താഴോട്ടും അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോകാൻ പറ്റും. സൂക്ഷിച്ച് നടന്നാൽ അതിലെല്ലാം പോകാം. ഇപ്പോൾ വേനലായതുകൊണ്ടൊരു ഗുണമുണ്ട്, മഴ പെയ്ത് തെന്നുന്ന അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോഴാണ് ഈ പാറയുടെ ഏകദേശം എല്ലാ ഭാഗത്തും തന്നെ നമുക്ക് ഇങ്ങനെ പോയി കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ഒരു ചെരിവാണ്. ഇപ്പോൾ ഇവിടുത്തെ ചെരിവെന്ന് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചെരിവാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ ഇച്ചിരിയുടെ നിരപ്പൊക്കെ ഉള്ളതുണ്ട്. ഇപ്പോൾ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ചെരിവുണ്ട്. ആ ചെരിവ് അതിലെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഇതുപോലെ തന്നെ പാറ തന്നെയാണിത്. നമുക്ക് മഴക്കാലത്ത് വന്നാലാണ് ഏറ്റവും രസം കേട്ടോ. ഇവിടെ മഴക്കാലത്താണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ പ്രദേശം. നമുക്ക് അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞത്, നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. അവിടെ ഒരു തലചുറ്റാൻപാറ എന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ വലിയൊരു ചെരിവുള്ളൊരു പാറയുണ്ട്. അത് അമ്പലത്തിൻ്റെ അങ്ങേവശത്താണ്. നമുക്ക് ഈ പാറയുടെ അങ്ങേവശത്തേക്ക് പോകാം. മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. പാറയുടെ നടുക്കായിരുന്നു ഈ ഒരു വനം പോലെയുള്ള പ്രദേശം. അതെല്ലാം ഉണങ്ങി നിൽക്കുകയാണിപ്പോൾ. ഇതിവിടെ നല്ലൊരു തടാകം പോലുള്ളൊരു സ്ഥലമായിരുന്നു. ഒരു ചെറിയൊരു തടാകമായിരുന്നു. നല്ല പച്ചപ്പുള്ള, നല്ല കാണാൻ രസമുള്ളൊരു തടാകമായിരുന്നു. ഇതിപ്പോൾ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. പാറയുടെ നടുക്കായതുകൊണ്ട് മഴക്കാലം കഴിഞ്ഞ് ഏകദേശം കുറേ കാലത്തോളം ഇവിടെ വെള്ളമുണ്ടാകും. അപ്പം അങ്ങ് അകലെ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ അയ്യപ്പൻ്റെ അമ്പലം. എപ്പോഴും ആളുള്ള ഒരു അമ്പലമല്ലെന്ന് തോന്നുന്നു. വല്ലപ്പോഴും ഒക്കെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ആളൊന്നും അധികം കാണാറില്ല അവിടെ. രാവിലെ മറ്റോ ആൾ വരാറുള്ളെന്ന് തോന്നുന്നു അവിടെ. അങ്ങനെ താഴെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പം
ഈ പ്രദേശം മുഴുവൻ ഇത്രയും ഏരിയ എന്ന് പറഞ്ഞാൽ ഒത്തിരി കറങ്ങാൻ പറ്റുന്ന, ഒത്തിരി നടന്ന് കാണാൻ പറ്റുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ വൈകുന്നേരം രാവിലെ മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ശക്തമായ ചൂടും വെയിലുമാണ് പകൽ സമയത്ത് മുഴുവൻ. ഇപ്പോൾ ഈ സമയം, ഇപ്പോൾ സമയം 6 മണിയാണ്. സമയം 6 മണി ആയപ്പോഴും ഇവിടെ നല്ല അന്തരീക്ഷമാണ്, നല്ല കാലാവസ്ഥയാണ്. ഇതായിരുന്നു ആ വെള്ളം കിടന്ന തടാകത്തിൻ്റെ ഇതായിരുന്നത്. ഇത് പച്ചപ്പാണെങ്കിലും ഒന്ന് സങ്കല്പിച്ച് നോക്കും, എന്ത് മനോഹരമായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ആ പ്രദേശം, അയ്യമ്പാറ എന്ന് പറയും. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു പാറ ഉൾപ്പെടുന്ന പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 40 ഏക്കറിൽ കൂടുതൽ വരും, പരന്ന് കിടക്കുകയാണ്. ഇത് നമുക്ക് ഈ അമ്പലത്തിൻ്റെ അപ്പുറ വശത്തേക്ക് പോയാൽ ഇതുപോലെ തന്നെ പാറ പ്രദേശങ്ങളാണ്. അപ്പോൾ അവിടുന്ന് താഴോട്ടാണ് ഈ തലചുറ്റാമ്പാറ എന്ന് പറയുന്ന ഒരു വലിയ കൊക്കയാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്കൊന്ന് നടന്നു പോകാം. സൂക്ഷിച്ച് നടക്കണം ഈ പാറ വഴി നടന്ന്. ഇപ്പോൾ വേനലായതുകൊണ്ട് കുഴപ്പമില്ല, മഴക്കാലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതുവഴി നടന്നിറങ്ങുമ്പോൾ തെന്നാതെ നോക്കണം. ഇങ്ങനെ തെന്നില്ല, അത്യാവശ്യം ഗ്രിപ്പുള്ള പാറയാണ്. എന്ത് രസമുള്ള സ്ഥലങ്ങളാണെന്ന് നോക്കണേ. സൂര്യാസ്തമനമൊക്കെ കാണാം ഇവിടുന്ന്. ഉണ്ടോ മരങ്ങൾക്കിടയിലൂടെ. ഇതാണ് ഇവിടുത്തെ അമ്പലം, അയ്യമ്പാറ എന്നും പറഞ്ഞ് ഈ പാറയെ പേര് വിളിക്കാൻ കാരണം ഈ അമ്പലമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം മലനിരകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കാണാം കേട്ടോ. ദൂരമായിട്ട് ഈ വശത്തോട്ട് നോക്കുമ്പം കൂടുതലും മലകളാണ്, ആ ഭാഗത്തോട്ട് നോക്കുമ്പം താഴ്ന്ന പ്രദേശങ്ങളാണ് മുഴുവൻ. ഈരാറ്റുപേട്ട, പാലാ ടൗണുകളാണ്, പട്ടണങ്ങളാണ്. ഭരണങ്ങാനമൊക്കെ കാണാം. കോട്ടയം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ കോട്ടയം കാണാം. ഈ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഇവിടെ ഇടുക്കി ഭാഗം മലമ്പ്രദേശങ്ങളാണ് കാണുന്നത്. ഒരു മഴക്കാലത്താണെങ്കിൽ അവിടെ നല്ലൊരു അരുവിയൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഇല്ലിക്കക്കല്ലാണ് നമ്മൾ നേരെ കാണുന്ന മലയുടെ തുടക്കത്തിൽ കാണുന്ന ഭാഗം. ഈ ഗ്രീനായിട്ട് കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു മല ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ഭാഗമല്ല, ഇങ്ങേ വശമാണ്. ഇല്ലിക്കക്കല്ലിൻ്റെ ഇപ്പുറം വശമാണത്. ഇല്ലിക്കക്കല്ലാണ്, അത് തെളിഞ്ഞ കാലാവസ്ഥ അല്ലാത്തത് കൊണ്ട് കാണാൻ പറ്റാത്തതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മലനിരകളൊക്കെയാണ്, കിഴക്കൻ മലനിരകളാണ് ആ വശം മുഴുവൻ. അപ്പം നമുക്ക് ഈ അപ്പുറേ തലചുറ്റാമ്പാറ കൊക്ക ഭാഗത്തേക്ക് പോവാം. ഇവിടെ ഈ ഒരു അമ്പലം ഉള്ളതുകൊണ്ട് നമ്മളിവിടെ വരുമ്പോൾ ഇച്ചിരി അങ്ങനെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഇച്ചിരി ഇത് സൂക്ഷിക്കുന്ന നല്ലതാണ്. പണ്ടെന്തോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതായത് എന്തോ മാംസാവശിഷ്ടങ്ങളൊക്കെ ഇവിടെ പാറയിൽ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു ഇതൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇത് മതിൽ കെട്ടി തിരിക്കുകയും ഇവിടെ ഇത്ര സമയത്തിന് ശേഷം ഇവിടെ കയറത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെയും വൈകിട്ടും സാധാരണ നിലയ്ക്ക് വന്ന് കാണുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെയൊക്കെ മരങ്ങൾക്ക് കുറച്ചുകൂടെ പച്ചപ്പൊക്കെ ഉണ്ട്. ഭാഗത്തോട്ടൊക്കെ വരുന്തോറും പുല്ല് കംപ്ലീറ്റ് ഉണങ്ങി നിൽക്കുകയാണ്. പുല്ല് പാറയിലെ വെള്ളം, മഴവെള്ളം കെട്ടി കിടന്ന് അതിലാണ് വളരുന്നത്. നല്ല രസമാണ് മഴക്കാലത്ത്. ഇല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞ് ഈ പുല്ലൊക്കെ പച്ചപ്പ് തുടങ്ങുന്ന സമയത്ത് വന്നാൽ നല്ല വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അയ്യമ്പാറ നമുക്ക് സമ്മാനിക്കുന്നത്. ഇതുണ്ട് വെള്ളമൊഴുകിയ വഴിയുണ്ടോ ഈ പുല്ലുംകൂട്ടത്തിൽ നിന്നും. ഇത് മഴക്കാലത്ത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ചെറിയ അരുവി പോലെ ഇങ്ങോട്ട് ഒഴുകും. രസമുള്ള കാഴ്ചയാണിത്. താഴോട്ടുമൊക്കെ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ ധാരാളം നിൽപ്പുണ്ട്. ആളുകളും ഉണ്ടെന്ന് തോന്നുന്നു. താഴെ തലചുറ്റാമ്പാറ എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പാറ അവിടെ തീർന്നെന്ന് തോന്നും. പക്ഷേ അവിടെ അങ്ങോട്ട് പോകും തോറും ഇതുപോലെ തന്നെ ചെരിഞ്ഞ് താഴേക്ക് പോവുകയാണ്. നമുക്കങ്ങോട്ട് പോയി നോക്കാം.
ഇവിടെ ആളുകളൊക്കെ ഇപ്പോൾ ഇരിപ്പുണ്ട്. താഴ്വാരമുണ്ട്, നല്ല പച്ചപ്പണിഞ്ഞ താഴ്വാരം. റബ്ബർ തോട്ടങ്ങളും കൃഷിയിടങ്ങളൊക്കെയാണ് താഴെ കാണുന്നത് നമ്മൾ. അപ്പം ഇതാണ് തലചുറ്റാംപാറ എന്ന് പറഞ്ഞാൽ അയ്യമ്പാറയുടെ ഒരു വശമാണ്. അമ്പലം കഴിഞ്ഞ് ഇങ്ങേ വശത്തേക്ക് വരുമ്പോൾ മൊത്തം 40 ഏക്കറോളം പരന്ന് കിടക്കുന്ന പാറയുടെ ഇങ്ങേയറ്റം ഭാഗത്ത് വരുമ്പോൾ കാണുന്ന ഒരു വൻ മലഞ്ചെരുവാണ്, വലിയൊരു മലഞ്ചെരുവാണിത്. ഇവിടുന്ന് താഴേക്ക് ഭയങ്കര ആഴമാണ്, കൊക്കയാണിത്. ഇതിൻ്റെ താഴെ താമസക്കാരൊക്കെ ഉണ്ട്, വീടുകളൊക്കെ നമുക്ക് കാണാം. റബ്ബർ തോട്ടമാണ് താഴെ കാണുന്ന പച്ചപ്പൂഴ്. അങ്ങ് ദൂരെ ആ മലയിലൊരു പള്ളി കാണുന്നുണ്ട്. ഇത് മഴക്കാലത്ത് വരികയാണെങ്കിൽ ഇവിടെ നല്ല അരുവി ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ മലനിരകളിൽ. പിന്നെ ഇവിടെ ഭയങ്കര അപകടമാണ്, നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ മതിലോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതും അതിൽ എഡ്ജിലേക്ക് പരമാവധി പോകാതിരിക്കുക. ഇവിടെ നിന്നാൽ ഇവിടെ ഇരുന്നാൽ തന്നെ ഇഷ്ടംപോലെ ആസ്വദിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ താഴെ സൂയിസൈഡ് പോയിൻ്റ് കണ്ടു കഴിഞ്ഞ് തിരിച്ച് കയറി വരികയാണ്. ഇപ്പോഴും സഞ്ചാരികൾ ഇപ്പോഴും വരുന്നുണ്ട്. സമയം 6:15, ഇപ്പോഴും സഞ്ചാരികൾ വരുന്നുണ്ട്. വൈകുന്നേരം ആകുന്തോറും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടം പോലെ ആളുകളാണ്. എല്ലാ ദിവസവും ധാരാളം ആളുകളാണ് ഇവിടെ എത്തുന്നത്. മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ഭംഗി, നമ്മൾ ഉദ്ദേശിച്ച ഭംഗി ഇപ്പോൾ ഈ സമയത്ത് വന്നാൽ കിട്ടില്ല. ഇപ്പോൾ വേനൽക്കാലമാണ്, അതുകൊണ്ടാണ് ഉണങ്ങി ഇരിക്കുന്നത്. ഇനി മഴക്കാലം കഴിയണം. ജൂൺ ജൂലൈ കഴിഞ്ഞ് ഇവിടെ എത്തിയാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ വന്നാൽ നല്ല അന്തരീക്ഷം, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സമയമാണ്. ആസ്വദിക്കാനും അയ്യമ്പാറ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ എത്തുന്നവർ ഇതിൻ്റെ ഭംഗി, ഇതിനും ഒരു ഭംഗിയുണ്ട്. ഉണങ്ങിയ ചെടികളാണെങ്കിലും ഇവിടെ വരുമ്പോൾ, നേരിട്ട് വരുമ്പോൾ ഫീൽ ചെയ്യും. അത് വീഡിയോയിൽ കിട്ടില്ല. നല്ല ഒരേ ലെവലിൽ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. നല്ല മനോഹരമായൊരു ഫീലിംഗാണ്. നൂറുകണക്കിന് ആൾക്കാർ എല്ലാ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു.
രാവിലെയും വൈകിട്ടും മാത്രമേ വരാവുള്ളൂ. കാര്യം പ്രത്യേകം ഓർത്തോണം. ഉച്ച നേരത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറാൻ പോലും പറ്റത്തില്ലാത്ത പോലെ ഈ പാറയൊക്കെ വെയിൽ കൊണ്ട് ചുട്ട് പഴുത്ത് കിടക്കുകയായിരിക്കും. ഇവിടെ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞത്, അതായത് ഈ പാറയിൽ ഇവിടെ ഈ അമ്പലത്തിൻ്റെ പിൻവശത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു താഴെയായിട്ടൊരു ഗുഹ. ഇതാണ് പാറയുടെ, നമ്മൾ പെട്ടെന്ന് ദൃശ്യമാകില്ല, പാറയുടെ എഡ്ജിലായിട്ടാണ് തീരുന്നിടത്ത് ഒരു പുല്ല് കാട് തുടങ്ങുന്നതിൻ്റെ സൈഡിലായിട്ടുള്ളതാണ് ഗുഹ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഇതിലിറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഒന്ന് സൂക്ഷിച്ചിറങ്ങാം. ഇതാണ് ഗുഹ. ഇത് ആളുകൾ കയറാതിരിക്കാൻ വേണ്ടി ഇത് മണ്ണിട്ട് പൊക്കി വെച്ചിരിക്കുകയാണ്. എന്നാലും ഉള്ളിലേക്ക് ആളുകൾ കയറുന്നുണ്ട്. ഇതാണ് ഗുഹ. ശരിക്കും ഇതിനകത്തൊരു 10-15 പേർക്ക് കയറി സുഖമായി ഒളിച്ചിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കയറിയിരിക്കാൻ പറ്റുന്ന, മഴ നനയാതെയൊക്കെ ഇരിക്കാം കേട്ടോ. ഇതിനകത്ത് കയറിയാൽ ഇരിക്കാൻ പറ്റും. 10-15 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഗുഹയാണിത്. നിവർന്ന് നിൽക്കത്തില്ല. ഇതാണ് അയ്യമ്പാറയിലെ ഗുഹ. ഇത് പെട്ടെന്ന് അങ്ങനെ ആർക്കും ദൃശ്യമാകില്ല, അത് കാണാൻ ഇവിടെ ബോർഡും ഒന്നുമില്ല. നമ്മൾ അമ്പലത്തിൻ്റെ പിൻവശത്താണ്, കാണാൻ പറ്റും. നല്ല കാറ്റാണ് കേട്ടോ, ഇവിടെ എപ്പോഴും വീശിക്കൊണ്ടേയിരിക്കും, ചെറിയ ഇളം കാറ്റ്. അപ്പോൾ അത് ആസ്വദിച്ച് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പാറയിലിരിക്കാൻ ഒത്തിരി ആളുകളാണ് വരുന്നത്. നല്ലൊരു ഫീലിംഗാണ് ഇവിടെ ഇങ്ങനെയുള്ള ഇരിപ്പ്. ചെറിയ കാറ്റിനുണ്ട്, ഈ പുല്ലിൽ നോക്കുമ്പോൾ നമുക്കറിയാം ചെറിയ കാറ്റ് വീശുന്നതാണ്, നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. ഈ സമയത്തും സൂര്യനെ കാണാനില്ല, എന്നിരുന്നാലും വെട്ടമുണ്ട്. ഇരുട്ടാകല്ലേ എന്ന് നമ്മൾ കൊതിച്ചു പോകും. അത്ര നല്ലൊരു അനുഭവമാണ് ഇവിടെ ഈ പാറമേൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ അയ്യമ്പാറ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. അപ്പം ഇങ്ങോട്ട് വരേണ്ട വഴിയെന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ വന്നിട്ട് കോട്ടയം ടൗണിൽ നിന്നും വാഗമൺ റൂട്ട്, കോട്ടയം ടൗണിൽ നിന്നും പാലാ വഴി വാഗമൺ റൂട്ട് വരുമ്പോൾ ഈ തീക്കോയി എന്നൊരു സ്ഥലമുണ്ട്. ഈരാറ്റുപേട്ടയ്ക്ക് ശേഷം തീക്കോയി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ലെഫ്റ്റ് തിരിഞ്ഞാൽ തലനാടാണ് സ്ഥലം. ഗൂഗിൾ മാപ്പിലുണ്ട്, അയ്യമ്പാറ എന്ന് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം എല്ലാവരും വരണം. വൈകുന്നേരം വാഗമണ്ണ് പോകുന്നവർക്കൊക്കെ രാവിലെയോ വൈകിട്ടോ ആണ് നിങ്ങൾ ഇതുവഴി പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വന്നാൽ ഇത് ആസ്വദിച്ചിട്ട് പോകാം. വളരെ നല്ല സ്ഥലമാണ്. അപ്പം അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലം പരിചയപ്പെടുത്തി നമുക്ക് വീണ്ടും കാണാം. ബൈ.